ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. അഫാൻ എന്ന 23-കാരൻ്റെ ഈ അവസാനം ഉണ്ടായ സംഭവങ്ങളും അതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരണത്തോട് മല്ലിട്ട് കിടന്ന സംഭവങ്ങളുമെല്ലാം ചേർത്തുകൊണ്ട് ഒരു എപ്പിസോഡ് മുമ്പ് ഈ ചാനൽ ചെയ്തിരുന്നു. ഈ അഫാൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അയാളുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് മാതാവ് ഷെമി, പോയി കാണണമെന്നും ആ മകനെ കാണുന്നതോടുകൂടി ചിലപ്പോൾ അയാൾ ഈ ആസന്ന നിലയിൽ നിന്നും തിരിച്ചു വരുമെന്നും മോനെ എന്ന ഒരു വിളി മാത്രം മതി ഒരു മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ എന്നും കാണിച്ചു കൊണ്ടായിരുന്നു ആ എപ്പിസോഡ്. ആ എപ്പിസോഡിൻ്റെ താഴെ വന്നു നിറഞ്ഞ കമൻറ്റുകൾക്ക് കയ്യും കണക്കുമില്ല. കേരളത്തിലെ നല്ലൊരു പക്ഷം അമ്മമാർ ഏറ്റെടുത്ത ഒരു എപ്പിസോഡായിരുന്നു അത്. 2.5 ലക്ഷം ആളുകൾ ഇതിനടക്കം കണ്ടു കഴിഞ്ഞു. അതിൽ മഹാഭൂരിപക്ഷവും അമ്മമാരായിരുന്നു. അമ്മ ഹൃദയത്തിൻ്റെ തേങ്ങലുകളാണ് അതിൽ വന്ന് നിറഞ്ഞത്. അതിൽ വന്ന പ്രധാനപ്പെട്ട കമൻറ്റുകൾ ചേർത്തുകൊണ്ട് മറ്റൊരു എപ്പിസോഡും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഏറ്റവും ഒടുവിൽ വന്ന ഒരു കമൻറ്റ് വളരെ ദീർഘമായ ഒരു കമൻറ്റാണ്. ആ കമൻറ്റ് ഞാൻ നിങ്ങളെ വായിക്കുകയാണ്. നിങ്ങളിത് കേൾക്കുക. കാരണം ഏത് ഹീനമായ കുറ്റം സംഭവിച്ചാലും പുറത്തു കൊടുക്കാൻ കഴിയുന്ന ഒരു മാതൃഹൃദയം എല്ലാ അമ്മമാരിലും സ്പന്ദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മാതൃഹൃദയത്തിൻ്റെ തേങ്ങലും വിങ്ങലുമൊക്കെയാണ് ഈ കമൻറ്റിൽ ഞാൻ കണ്ടത്. ശ്രദ്ധയോടുകൂടി ഞാൻ ഈ കമൻറ്റുകളെല്ലാം വാച്ച് ചെയ്തിരുന്നു. അത് വളരെ വൈകി, എൻ്റെ ഔദ്യോഗിക ജോലികളെല്ലാം കഴിഞ്ഞ് രാത്രി വൈകിയാണ് അത് ഞാൻ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ പലപ്പോഴും സങ്കടം വന്ന് നിറഞ്ഞിട്ടുണ്ട്. ചില കമൻറ്റുകളിൽ വന്ന ചില കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിനെ ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കമൻറ്റ് അയച്ചിരിക്കുന്ന വ്യക്തി ദിവ്യ ജിബു എന്ന് പറയുന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ദിവ്യ എഴുതുന്നു, മംഗ്ലീഷിലാണ് എഴുതുന്നത്. ഞാൻ വായിക്കാം. സാറിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. അഫാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നല്ലോ, ഒരുപാട് സന്തോഷം. ഇത് ദൈവ നിശ്ചയം തന്നെ ആണ്. ബൈബിൾ ആയാലും ഖുറാൻ ആയാലും ഭഗവത്ഗീത ആയാലും നമ്മൾ എന്ത് ചെയ്താലും ദൈവം എന്നൊരാൾ അറിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അത് നല്ലതായാലും മോശം ആയാലും അതൊക്കെ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ തീരുമാനം ആണ്. അഫാൻ്റെ കാര്യത്തിലും സംഭവിച്ചത് അത് തന്നെ ആണ്. എല്ലാവരും അഫാനെ തള്ളിപ്പറഞ്ഞപ്പോൾ ദൈവം അഫാനെ കൈവിട്ടില്ല. വേണമെങ്കിൽ ഈ എലിവിഷം കഴിച്ചപ്പോഴും സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തപ്പോഴും അഫാൻ്റെ, ഒരു മിനിറ്റ്, ആ കമൻറ്റ് ഒന്ന് പോയതാണ്, ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ എടുക്കുകയാണ്. എലിവിഷം കഴിച്ചപ്പോഴും സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തപ്പോഴും അഫാൻ്റെ ആയുസ് ദൈവത്തിന് എടുക്കാമായിരുന്നു. ബട്ട് ഇപ്പോൾ അഫാനെ ദൈവം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ദൈവത്തിന് അഫാനെ ആവശ്യം ഉണ്ട്. എന്തൊക്കെയോ പ്ലാൻ ദൈവത്തിന് അഫാനിൽ ഉണ്ട്. എന്തൊക്കെ തന്നെ ആയാലും മോനെ ഞാൻ ഉൾപ്പെടുന്ന ഈ ലോകത്തിൽ ഉള്ള കുറേ അമ്മമാരുടെ പ്രാർത്ഥന മോൻ്റെ കൂടെ ഉണ്ട്. ദൈവം കൈവിട്ടില്ലല്ലോ മോനെ. ഇനിയും എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ മക്കളുടെ ഒപ്പം മോന് വേണ്ടിയും ഞാനും പ്രാർത്ഥിക്കും. ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് അഫാൻ്റെ ഉപ്പയോടും ഉമ്മയോടും പറയാൻ ഉള്ളത്, നിങ്ങൾ പോയി കാണണം ആ മോനെ. നിങ്ങളുടെ പ്രസൻസ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ മോൻ. സോ പ്ലീസ് പോയി കാണണം എന്നുള്ളതാണ് ദിവ്യയുടെ ഈ നീണ്ട കമൻറ്റിൽ ഉള്ളത്. ഇതുവരെയുള്ള എല്ലാ കമൻറ്റുകളുടെയും ഒരു അന്തസത്ത ഈ ഒറ്റ കമൻറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഒരു അമ്മ ഹൃദയത്തിന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അവിടെ ജാതി മത വർഗ ചിന്തകൾ ഒന്നുമില്ല. അവിടെ സമ്പന്നനെന്നോ അല്ലെങ്കിൽ ദരിദ്രനെന്നോ എന്ന വേർതിരിവുമില്ല. ഒരു അമ്മ
സ്വന്തം മകനെ ഈ നില വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒന്ന് വന്നുപോയ ഒരു 23കാരനെ മനസ്സുകൊണ്ട് ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. അമ്മമാർക്ക് അതേ കഴിയൂ. ആ അമ്മ ഹൃദയം തന്നെയാണ് ഷെമിയിലും വർക്ക് ചെയ്തിരുന്നു എന്നുകൂടി മറ്റ് പല ആളുകളും മനസ്സിലാക്കണമായിരുന്നു. കാരണം ആ അമ്മ മകനെ പ്രസവിച്ച അമ്മയാണ്, നൊന്ത് പ്രസവിച്ച അമ്മയാണ്. അവൻ എന്ത് ക്രിമിനൽ ഒഫൻസ് ചെയ്താലും സ്വന്തം അനുജനെ അവൻ കൊലപ്പെടുത്തി എങ്കിലും ആ അമ്മയ്ക്ക് ഒരു മകനെ 100% തള്ളിപ്പറയാനാവില്ല. മനസ്സുകൊണ്ട് അവർ തള്ളിപ്പറയാൻ ആവില്ല അവർക്ക്. പക്ഷേ പേടി കൊണ്ട് അവർ അഫാനെ കാണാൻ പോകാതിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയിട്ടും ആ ഉമ്മ പോയി അഫാനെ ആശ്വസിപ്പിച്ചെന്നോ തലോടിയെന്നോ അവനെ ശരിക്കും നല്ല വാക്കുകൾ കൊണ്ട് അവനെ ചേർത്ത് പിടിച്ചെന്നോ ഒക്കെ ആക്ഷേപം വരുമെന്ന് ഭയപ്പെട്ടത് കൊണ്ടാകാം ആ ഉമ്മ ശരിക്കും പോകാതിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനോടൊപ്പം വന്ന ചില ഈ ദിവ്യയുടെ തന്നെ മറ്റ് ചില കമൻറ്റുകൾ കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. 2 കമൻ്റാണ് ദിവ്യ അയച്ചിരിക്കുന്നത്. അതിൽ മറ്റൊന്നുകൂടി ഞാൻ വായിക്കാം. അഫാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷേ അഫാനെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ, അതും ഈ പ്രായത്തിൽ അവനെ ഇങ്ങനെ ആക്കിയത് ആരാണ് എന്നുള്ളതാണ്. അമ്മയ്ക്ക് മാത്രം ആണ് കടം ഉണ്ടായിരുന്നത്, അഫാൻ ഒരു കടവും ഇല്ലാതിരുന്നു എന്ന് ആ അമ്മ പലതവണ പറഞ്ഞിട്ടുണ്ട്. ബട്ട് അമ്മയുടെ കടം വീട്ടാൻ വേണ്ടി മാത്രമാണ് ഈ മോൻ പലയിടത്തു നിന്നും കടം വാങ്ങി ഈ അവസ്ഥയിൽ ആയത്. ഒരു പക്ഷേ അന്നത്തെ ആ ദിവസം അഫാൻ്റെ മൈൻഡിനെ ഒന്ന് കൂൾ ആക്കാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ ഈ മോന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. എന്തായാലും ദൈവം അഫാനെ കൈവിട്ടിട്ടില്ല എന്നാണ് ദിവ്യ സ്വന്തം മറ്റൊരു കമൻറ്റിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കൂടെ എനിക്ക് നേരിട്ട് വ്യക്തമായും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വെഞ്ഞാറമൂട് പോവുകയും റഹീമിനെയും ഫർസാനയുടെ വിവരങ്ങളും ഒക്കെ ഞാൻ ചേർത്ത് ഫർസാനയുടെ ഉമ്മയെ വരെ ഞാൻ നേരിട്ട് കാണുകയുണ്ടായി. കിട്ടിയ വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത് ഈ ഉമ്മ മാത്രമായിട്ട് ഒരു കടവും ഉണ്ടാക്കിയില്ല, അഫാൻ മാത്രമായിട്ടും കടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അഫാൻ ഒരു പേഴ്സണൽ ലോൺ എടുത്തിരുന്നു. ഒരു 70,000 രൂപയുടെയോ മറ്റോ ഒരു ലോണാണ് എടുത്തിരുന്നത്. അത് ഉമ്മയോട് പറഞ്ഞിരുന്നു. ഈ 3 പേരും, ഉമ്മ, മൂത്ത മകൻ, ഇളയ മകൻ, ഈ 3 പേരും കൂടെ ഒരുമിച്ച് മാത്രമേ ആ വീട്ടിലെ എല്ലാ തീരുമാനവും എടുത്തിട്ടുള്ളൂ. ഉമ്മയ്ക്ക് മാത്രമായി കടം വാങ്ങിയിട്ടില്ല, ഉമ്മ മാത്രമായും വാങ്ങിയിട്ടില്ല. അങ്ങനെയൊന്നും അല്ല, ഒരു കുടുംബമായിരുന്നില്ല. ഒരാൾ പോലും, അയൽപ്പക്കക്കാരോ അതുപോലെ നാട്ടുകാരോ ഈ കുടുംബത്തെക്കുറിച്ച് ഒരു ആക്ഷേപവും പറയുന്നില്ല. ഒരുമയോടെ കഴിഞ്ഞിരുന്നവരാണ്. അത് റഹീം എന്നോട് പറഞ്ഞു. അവരെല്ലാം സോഷ്യലായിട്ട് 3 പേരും ഇടപഴകി എന്നുള്ളതാണ്. ഇതിനകത്ത് ഫർസാനയുമായിട്ടുള്ള ഈ 3 പേരുടെയും ഒരു കൂട്ടുകെട്ടുണ്ട്. ഈ ഉമ്മ, അഫാൻ, പിന്നെ അതുപോലെ ഫർസാൻ, ഇവർ 3 പേരും ഈ ഫർസാനയുമായിട്ട് നല്ല കൂട്ടുകെട്ടിലായിരുന്നു. ഈ വീട്ടിൽ നല്ല ബന്ധമായിരുന്നു. അത് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ വിവരിക്കാം. എന്തായാലും ഇതിനെക്കുറിച്ച് ഈ കടം ഉമ്മ മാത്രമായി വരുത്തി വെച്ചതോ മകൻ മാത്രമായി വരുത്തി വെച്ചതോ അല്ല. ഇവർ 7 വർഷമായി 1 രൂപ പോലും പുറം വരുമാനമില്ലാതെ ജീവിച്ച ഒരു കുടുംബമാണ്. ഈ ഹൗസിംഗ് ലോൺ ഉൾപ്പെടെ പല കടബാധ്യതകളും വന്നു. എടുത്ത തുക തിരിച്ചടയ്ക്കാൻ വീണ്ടും കടം എടുക്കേണ്ടി വന്നു. ഇതെല്ലാം ഉമ്മയ്ക്കും മകനും നന്നായിട്ടറിയാം എന്നുള്ളത് കൂടി ഉണ്ട്. എന്തായാലും അടുത്ത ഒരു കമൻറ്റ് കൂടെ നോക്കാം. ഇനി ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരുപാട് പേര്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ വായിക്കുന്നില്ല. കാരണം നിരവധി ആളുകളുടെ കമൻറ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ആഷയുടെ കമൻറ്റ് വന്നിട്ടുണ്ട്, അതേപോലെ സഹീറയുടെ കമൻറ്റ് വന്നിട്ടുണ്ട്, നളിനിയുടെ കമൻറ്റ് വന്നു. സാറിനൊരു മാതാവിൻ്റെ മനസ്സ് കാണാൻ കഴിഞ്ഞല്ലോ, ഇത് വായിക്കുമ്പോൾ സാറേ കണ്ണ് നിറഞ്ഞുപോയി. അഫാനെക്കുറിച്ച് വായിക്കുമ്പോഴെല്ലാം എനിക്ക് കണ്ണ് നിറയും.
ഞാൻ 65 വയസ്സുള്ള ഒരു അമ്മയാണ്. ആ കുട്ടിയെ എനിക്ക് കാണുവാൻ തോന്നുന്നു. ഒരു ഇല അനങ്ങുമ്പോൾ പോലും ഭഗവാൻ അറിയുന്നുണ്ട്. ആ അമ്മയോട് സാർ തന്നെ പറയൂ ആ കുട്ടിയെ പോയി കാണുവാൻ എന്നുള്ളത്. ഞാൻ ഈ നളിനിയുടെ കമൻറ്റും വായിക്കുന്നതിന് വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ്. സമയം നോക്കിയപ്പോൾ കുറച്ചധികമായതുകൊണ്ടാണ് അത് വിട്ടുപോയത്. അതേപോലെ ബുഷ്ര, ആ പൊന്നുമോനെ പോയി കാണണേ, എല്ലാവരും ആ പൊന്നുമോനോട് പുറത്തു കൊടുക്കണേ എന്നുള്ളതാണ് അവരുടെ കമൻറ്റിൽ കാണുന്നത്. അതുപോലെ തംജീദ് പറയുന്നു, ഞാൻ എന്നും അഫാൻ്റെ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കും, ഞാൻ എന്നും നോക്കും, സങ്കടമാണ്, വെറും 22 വയസ്സ്, എൻ്റെ മോൻ്റെ വയസ്സാണ്. അള്ളാഹു എല്ലാ മക്കളെയും പിശാചിൻ്റെ ഷെറിൽ നിന്ന് കാത്ത് രക്ഷിക്കട്ടെ, ആ ഉമ്മാക്കും ഉപ്പാക്കും ക്ഷമ നൽകട്ടെ, ആ മോന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അതിൻ്റെ താഴെയും നിരവധി പേർ ആ കമൻറ്റുകൾ ലൈക്ക് ചെയ്തിട്ടുണ്ട്. നിരവധി പേരാണ് ഞാൻ നേരത്തെ വായിച്ച നളിനിയുടെ കമൻറ്റിൻ്റെ താഴെയും ഒക്കെ അതുപോലെ ആളുകളുടെ അനുകൂലിച്ചുള്ള കമൻറ്റുകൾ കാണുന്നുണ്ട്. ഫഹ്ജ്, സാർ അവൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും കാണാനൊരു അവസരം കൊടുക്കണേ, അവൻ എന്ത് തെറ്റ് ചെയ്താലും അവനെപ്പറ്റി സാർ ഇങ്ങനെ ചെയ്യാൻ ഞാനും ഒരു അമ്മയാണ് സാർ, എനിക്ക് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, ചിലപ്പോൾ അവൻ വാപ്പയെയും ഉമ്മയെയും കാത്ത് കിടക്കുകയായിരിക്കും എന്ന് ശ്രീകുമാരി എന്ന് ഉള്ള ഒരു അമ്മയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതുപോലെ മരിച്ചവരുടെ അവസ്ഥ മറക്കണമെന്നോ മരിച്ചവർ എത്ര വേദന തിന്നിട്ടുണ്ടാകും എന്നുള്ളതും കൂടി നോക്കണം എന്നൊരു കമൻറ്റ് കിടക്കുന്നുണ്ട്. ആരും ജനിക്കുന്നത് കള്ളനും കൊലപാതകിയുമായല്ല, സാഹചര്യം കൊണ്ട് വന്നു പോയതാണ്, റബ്ബെ പുറത്തു കൊടുക്കണേ എന്ന് സുലൈഖ എഴുതിയിട്ടുണ്ട്. ഹൃദയം പൊട്ടുന്നു, കേൾക്കുമ്പോൾ തളരുന്നു എന്ന് ഉമ എഴുതുന്നു. അങ്ങനെ നിരവധി ആളുകൾ, നിരവധി അമ്മമാരാണ് ഏറ്റവും കൂടുതൽ ഇക്കാര്യത്തിൽ കമൻറ്റ് ചെയ്യുന്നത്. എല്ലാവരുടെയും പേരുകൾ വായിച്ചാൽ സമയം നീളും. അവരുടെ കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് താഴോട്ട് പോയാൽ നിങ്ങൾക്ക് തന്നെ വായിക്കാൻ കഴിയും. ഉള്ളിൽ തട്ടിയ ചിലത്, വേറെ പലതുമുണ്ട്, ചിലത് ഞാൻ മുമ്പ് പറഞ്ഞതുകൊണ്ടാണ്. എൻ്റെ മനസ്സിനെ സ്പർശിച്ച വേറെയും കമൻറ്റുകൾ ഉണ്ട്. അതിൽ പെട്ടെന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യണമെന്നാലോചിച്ച് ഫോൺ എടുത്തപ്പോൾ ആദ്യം കണ്ട ചിലതാണ് ഞാനിപ്പോൾ വായിച്ചത്. എനിക്കും ഇങ്ങനെയൊക്കെ തന്നെ നിങ്ങൾ കമൻറ്റ് എഴുതുമ്പോൾ എൻ്റെ കണ്ണും അത് വായിച്ച് നിറയാറുണ്ട്. കാരണം എന്തൊക്കെയായാലും ഞാനും ഒരു പിതാവാണ്. എൻ്റെ ഭാര്യയും ഈ സംഭവത്തിൽ വളരെയധികം വേദന അനുഭവിച്ച ഒരാളാണെന്ന് എനിക്കറിയാം. ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അവൻ തിരിച്ച് വന്നു. ഇനിയെങ്കിലും അവന് കുബുദ്ധിയൊന്നും തോന്നാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.